ഉടൻ തന്നെ അൾട്രാസോണിക് മോഷൻ ഡിറ്റക്ടർ കൺട്രോൾ ചെയ്യാനായി ഒരു ഡിവൈസ് അവർ പുറത്തെടുക്കുന്നു. ഒരു ട്രോളിയിൽ ആ ഡിവൈസ് ഘടിപ്പിച്ച ശേഷം സീക്രട്ട് റൂമിലേക്ക് കടക്കുന്നു ഗബ്രിയേൽ. റിപ്ലി ഗബ്രിയേലിനോട് അൾട്രാസോണിക് രശ്മികൾ എവിടെയൊക്കെയുണ്ടെന്ന് പറഞ്ഞ് ട്രോളിയുടെ ഡയറക്ഷൻ നിയന്ത്രിക്കുന്നു. ട്രോളിയിലൂടെ വളരെ കഷ്ടപ്പെട്ട് മുമ്പോട്ടേക്ക് പോയ ഗബ്രിയേൽ സീക്രട്ട് റൂമിന്റെ നടുക്കായി ആ ഡിവൈസ് സ്ഥാപിക്കുന്നു. ഡിവൈസ് മൂലം അൾട്രാസോണിക് രശ്മികൾ നിർവീര്യമാകുന്നു. അവർ അന്വേഷിച്ചു വന്ന എഗ്ഗുകൾ മറ്റൊരു ലോക്കറിലായിരുന്നു. ആ ലോക്കർ തുറക്കാനായി ലോക്കറിൽ ഒരു മെഷീൻ കൊണ്ട് ഹോൾ ഇടുന്നു അവർ. അതിലൂടെ റിപ്ലി ഒരു ക്യാമറ കടത്തിവിടുന്നു. ക്യാമറയിലൂടെ ഏത് നമ്പർ അമർത്തുമ്പോഴാണ് ലോക്ക് വ്യത്യാസപ്പെടുന്നതെന്ന് റിപ്ലി കാണുന്നു. ഇതേ രീതിയിൽ അവർ ആ 9 പാസ്വേഡ് അക്കങ്ങൾ കണ്ടുപിടിക്കുന്നു. പാസ്വേഡ് അടിച്ചതോടെ അവർക്ക് ആ ലോക്കർ ഓപ്പൺ ആക്കാൻ സാധിക്കുന്നു. ലോക്കർ തുറന്നതും അവർ അമ്പരക്കുന്നു. വിലപിടിപ്പുള്ള പുരാതനമായ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവിടം. തിരച്ചിലിനൊടുവിൽ അവർ തേടിയ എഗ്ഗുകൾ ഒരു ചില്ലുകൂട്ടിനുള്ളിൽ തടിപ്പെട്ടിയിൽ വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. റിപ്ലി ഒരു ചുറ്റിക ഉപയോഗിച്ച് ആ ചില്ലുകൂട് പൊട്ടിക്കുന്നു. ആ തടിപ്പെട്ടി പുറത്തെടുത്ത് നോക്കിയപ്പോൾ അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന എഗ്ഗുകൾ അതിലുണ്ടായിരുന്നു. പെട്ടിയുമായി പുറത്തു കടക്കാനിറങ്ങിയ റിപ്ലിയുടെ നേരെ ഗബ്രിയേൽ തോക്ക് ചൂണ്ടുന്നു. റിപ്ലിയുടെ കയ്യിലുള്ള ബോക്സ് നൽകാനായി ഗബ്രിയേൽ ആവശ്യപ്പെടുന്നു.